ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പാലക്കാട് ധോണിയിൽ കാട്ടുതീ വ്യാപിക്കുകയാണ്. അടുപ്പൂട്ടിമല, നീലിപ്പാറ മേഖലകളിലാണ് കാട്ടുതീ പടരുന്നത്. ഇന്നലെ തുടങ്ങിയ കാട്ടുതീ ഇനിയും നിയന്ത്രണ വിധേയമായിട്ടില്ല. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഇതിങ്ങനെ വലിയൊരു ഏരിയ ഭൂമി, വനഭൂമി നിന്ന് കത്തുകയാണല്ലോ. ഇത് നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണ്? അവിടെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ശ്രീജിത്ത്? വിജയകുമാർ, ആദ്യമേ പറയട്ടെ, ഫയർഫോഴ്സിന് എത്തിപ്പെടാൻ കഴിയാത്ത മേഖല തന്നെയാണ് ഈ പ്രദേശം പൂർണ്ണമായി. ധോണിയിലെ ഈ അടുപ്പൂട്ടിമല അടക്കമുള്ള മേഖലകൾ അങ്ങനെ ഫയർഫോഴ്സിന് പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുന്ന മേഖലകളല്ല. സ്വാഭാവികമായി ഇവർ എല്ലാവരും തന്നെ വലിയ ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കാട്ടുതീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ദൃശ്യങ്ങൾ വലിയ ഭീകരമായ ദൃശ്യങ്ങളാണ്. എന്തായാലും ഇത് ജനവാസ മേഖലയിലേക്ക് പടരാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഫയർഫോഴ്സും വനംവകുപ്പും അറിയിക്കുന്നത്. നാട്ടുകാർക്ക് പരാതിയുണ്ട്. ഫയർഫോഴ്സ് അധികൃതർ അടക്കം സ്ഥിരമായി പോകുന്ന മേഖലകളാണ് ഈ പ്രദേശങ്ങൾ അടക്കം. പക്ഷേ ആ മേഖലയിൽ എങ്ങനെ കാട്ടുതീ വന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു വിവരം തരാൻ ഈ പറയുന്ന പോലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ആരെങ്കിലും തീയിട്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമുയരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കാട്ടുതീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ തുടങ്ങിയെന്ന് പറയുമ്പോൾ പോലും ഈ മേഖല ഇപ്പോഴും നിന്ന് കത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും സ്ഥിരമായി കാട്ടുതീ തുടരുന്ന ഒരു മേഖലയാണ്. ഇന്നലെ കാട്ടുതീ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി കാര്യമായ രീതിയിലുള്ള പുക മാത്രമാണ് ആ മേഖലയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി വീണ്ടും തീ നിയന്ത്രണ വിധേയമായി ആളിക്കത്താനുള്ള ഒരു തുടങ്ങുകയായിരുന്നു. എന്തായാലും ഫയർഫോഴ്സും അതുപോലെ തന്നെ വനംവകുപ്പും ഇടപെട്ട് തീ അണയ്ക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട്. പക്ഷേ അത് ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടാകില്ല. പക്ഷേ ഇപ്പോൾ ആലോചിക്കുന്നത് എന്ത് വില കൊടുത്തും ജനവാസ മേഖലയിലേക്ക് അത് ഒരു കാരണവശാലും ഉണ്ടാകില്ല. വളരെ ദൂരത്തിലാണ് ജനവാസ മേഖല പൂർണ്ണമായി. ആ ജനവാസ മേഖലയിലേക്ക് കാട്ടുതീ പടരാതിരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഉള്ളത്. ജനവാസ മേഖലയുടെ സമീപത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരുമൊക്കെ ആ മേഖലയിൽ ഇപ്പോൾ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മറ്റു മാർഗങ്ങളില്ല. അകത്തേക്ക് പോയി തീ അണയ്ക്കണമെങ്കിൽ അതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. വിജയകുമാർ, യെസ്, ഉൾക്കാട്ടിലാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ജനവാസ മേഖലയിൽ നിന്ന് വളരെ ദൂരെയാണ്. അവിടേക്ക് എത്തി തീ അണയ്ക്കാൻ നിലവിൽ സംവിധാനങ്ങൾക്ക് കഴിയില്ല. അത് ജനവാസ മേഖലയിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ വനം വകുപ്പും ഒക്കെ കടന്നിരിക്കുന്നത്. അത് ആ നിലയ്ക്ക് വലിയ ആശങ്ക വേണ്ട എന്നാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ റിപ്പോർട്ട് ചെയ്യുന്നത് പാലക്കാട്. CPM-ന്റെ നേതൃസമിതികളിൽ അംഗമായിരിക്കുന്നതിനുള്ള പ്രായപരിധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് തുടരും. കണ്ണൂർ പാർട്ടി കോൺഗ്രസ് പിണറായിക്ക് നൽകിയ ഇളവ് ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട്. അത് തുടരുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 24-നോട് പറഞ്ഞു. പ്രായപരിധി മാനദണ്ഡത്തിൽ ഒഴിവാകുന്ന നേതാക്കളെ തുടർന്നും പാർട്ടിയുമായി സഹകരിപ്പിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. 24 ബിഗ് എക്സ്ക്ലൂസീവ്. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി 24-ന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് MV ഗോവിന്ദൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. 75 വയസ്സ് പിന്നിട്ട പിണറായി വിജയന് പ്രായപരിധി മാനദണ്ഡത്തിൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ഇളവ് നൽകിയതാണ്. ഇത്തവണ ഇളവ് നൽകുന്നത് സംസ്ഥാന സമ്മേളനം പരിഗണിക്കുമെന്ന ചോദ്യത്തിലാണ് MV ഗോവിന്ദന്റെ സ്ഥിരീകരണം. കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് ഇളവ് നൽകുമോ? അല്ല, ഇളവ് നൽകിയിട്ടുണ്ട്. ആ ഇളവ് ഇപ്പോഴും പ്രാബല്യത്തിലാണ്, നിലവിലുണ്ട്. അതുകൊണ്ട് അത് മാറ്റേണ്ട സാഹചര്യമില്ല. ഇല്ല. അല്ല, ഈ അദ്ദേഹത്തിന് അപ്പോൾ കുറച്ചാൾക്ക് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് കുറച്ചാൾക്കൊന്നുമില്ല. കേരളത്തിലാകെ, ഇന്ത്യയിലാകെ ഒരാളുള്ളൂ, പിണറായി വിജയൻ. കേരളത്തിലെ പാർട്ടി ഇന്ത്യയിലാകെ ഈ ഇളവ് ഇപ്പോൾ ഉള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. അത് സഹ പിണറായിയാണ്. അതെന്താ കാരണം വെച്ചാൽ കേരളത്തിലെ ഇന്ന് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭരണം നടത്തുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി സഹ പിണറായിയാണ്. അപ്പോൾ പിണറായിയുടെ കൂടി ഭാഗമായിട്ട് പാർട്ടിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. പാർട്ടിയെ ചേർത്തുകൊണ്ടാണ് പാർട്ടിയും പിണറായി എല്ലാം ചേർന്നുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ള സമീപനം തന്നെയാണ് പാർട്ടി സംഘടന. പ്രായപരിധി മാനദണ്ഡത്തിൽ നേതൃസമിതികളിൽ നിന്ന് പുറത്തു പോകുന്നവർ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കും. ഞങ്ങളത് ഗൗരവപൂർവ്വമാണ് കാണുന്നത്. പാർട്ടിയുടെ സജീവമായ പ്രവർത്തനത്തിൽ നിന്ന് പ്രായപരിധിയുടെ ഭാഗമായിട്ട് ഒഴിവാക്കപ്പെടുന്നവരിൽ നന്നായിട്ട് സംഘടനാ പ്രവർത്തനം നടത്താൻ ശേഷിയുള്ളവരായിട്ടുണ്ട്. അവരെ പാർട്ടിയുടെ സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് നിർത്തി അവരുടെ സേവനം എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം എന്ന് പാർട്ടി സെൻട്രൽ കമ്മിറ്റി കൂടി ആലോചിച്ച് തീരുമാനിക്കണം എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും
വയസ്സായി പ്രായമായി 75 എന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് ഒഴിവാക്കുക ഒഴിവാക്കുക എന്നുള്ള നിലപാടല്ല പാർട്ടി ഉദ്ദേശിക്കുന്നത്. എന്നാൽ ജി സുധാകരനോട് എന്തുകൊണ്ടാണ് ഈ സമീപനം സ്വീകരിക്കാനെന്ന ചോദ്യത്തിന് ഇതായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി. ജി സുധാകരനോടും ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് ഇത് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ചില പരിഭവങ്ങളും പരിഭവമൊക്കെ ഉണ്ടാവും. പരിഭവം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ലോ. ഓരോരാളുടെയും പ്രവർത്തന രീതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പ്രായമല്ല യോഗ്യതയാണ് മാനദണ്ഡമാക്കേണ്ടതെന്ന് മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ. തനിക്ക് 10 വർഷം കൂടി പ്രവർത്തനം നടത്താൻ കഴിയുമായിരുന്നു, പക്ഷേ മാനദണ്ഡം കൊണ്ടുവന്നുവെന്നും തനിക്കതിൽ പരാതിയില്ല എന്നും ജി സുധാകരൻ 24നോട് പറഞ്ഞു. പിണറായി വിജയന് പ്രായപരിധി ഇളവ് അനുവദിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും സുധാകരൻ പ്രതികരിച്ചു. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് യോഗ്യതയാണ്. അങ്ങനെ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ പ്രായപരിധി കഴിഞ്ഞെങ്കിലും പിണറായിയാണെന്ന് പാർട്ടി തീരുമാനിച്ചു. ഒരിക്കൽ കൂടി അങ്ങനെ തീരുമാനിക്കുമെന്ന് ഗോതമാഷ് പറയുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. കാരണം യോഗ്യതയാണല്ല, പ്രായമല്ല തീരുമാനം അല്ല. എന്റെ കാര്യം ഞാൻ പറയുന്നതല്ല. എനിക്കൊരു 10 വർഷം കൂടി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നടത്താനും യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു മാനദണ്ഡം കൊണ്ടുവന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ മാറി. അതിൽ പരാതി ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്, യോഗ്യതയാണ് മാനദണ്ഡമെന്ന് ഇപ്പൊ ഗോതമാഷ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തെളിയിക്കുകയാണ്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ നീക്കും. അടൂർ പ്രകാശോ ബെന്നി ബെഹനാനോ KPCC അധ്യക്ഷനായേക്കും. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അത് അംഗീകരിക്കുമെന്ന് കെ സുധാകരൻ പ്രതികരിച്ചു. കെ സുധാകരന് പിന്തുണയുമായി ഡോക്ടർ ശശി തരൂർ MP രംഗത്തെത്തി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, റോജി എം ജോൺ എന്നിവരുടെ പേരുകളാണ് പരിഗണനാ പട്ടികയിൽ. സംസ്ഥാന നേതൃത്വത്തെ നയിക്കാൻ ഈഴവ സമുദായത്തിൽ നിന്നുള്ള നേതാവ് വേണമെന്ന ആവശ്യം ശക്തമാവുകയാണെങ്കിൽ അടൂർ പ്രകാശിന് തന്നെയാകും നറുക്കുവീഴുക. DCC അധ്യക്ഷന്മാർക്കും മാറ്റമുണ്ടാകും. ഏത് തീരുമാനവും അനുസരണയോടെ അംഗീകരിക്കുമെന്ന് കെ സുധാകരൻ. ആയിക്കോട്ടെ, മാറ്റിയാൽ എന്താ കുഴപ്പമോ? മാറ്റിക്കോട്ടെ. AICCക്ക് ഓൾ കോൺഗ്രസ് കമ്മിറ്റിക്ക് തന്നെ മാറ്റണമെന്നാണെങ്കിൽ ആ മാറ്റൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു പരാതിയുമില്ല, തൃപ്തനാണ്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരൻ തുടരട്ടെ എന്നാണ് തന്റെ അഭിപ്രായമെന്ന് ഡോക്ടർ ശശി തരൂർ MP. എന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയായിട്ട് ഞാൻ പറയുന്നു, എനിക്ക് ഇങ്ങനെ ഒരു മാറ്റത്തിൽ ഒരു യോജിപ്പുമില്ല. അദ്ദേഹം മുന്നോട്ട് തന്നെ പോട്ടെ. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന അസമിലും PCC അധ്യക്ഷനെ മാറ്റും. ഗൗരവ് ഗൊഗോയ് PCC അധ്യക്ഷനായേക്കും. വെള്ളിയാഴ്ച ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാകും പ്രധാന ചർച്ചാ വിഷയം. തിരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനുള്ള സാധ്യതയും തേടും. 24 ഡൽഹി. ആശാവർക്കേഴ്സിന്റെ സമരത്തിൽ വീണ്ടും നടപടിയുമായി പോലീസ്. മഹാസംഗമത്തിൽ പങ്കെടുത്ത 14 പേർക്ക് കൂടി പോലീസ് നോട്ടീസ് അയച്ചു. ആശാവർക്കേഴ്സിന്റെ സമരം ഏറ്റെടുക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. സമരക്കാരെ അധിക്ഷേപിച്ച് ഇന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം രംഗത്തെത്തി. മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത ജോസഫ് സി മാത്യു, ഡോക്ടർ KG താര, ഡോക്ടർ MB മത്തായി തുടങ്ങിയ 14 പേർക്കാണ് നോട്ടീസ്. 48 മണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ഭയപ്പെടില്ലെന്നായിരുന്നു സമരക്കാരുടെ മറുപടി. ഈ കേസുകളെല്ലാം വ്യാജ കേസുകളാണെന്നറിയാം. കാരണം ഇവിടെ ഒരു തരത്തിലുള്ളൊരു കലാപ പരിശ്രമത്തിനോ ഇതിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നതിലോ ഒരു കുറ്റകൃത്യത്തിലും ഏർപ്പെട്ടിട്ടില്ല. വെറുതെ ഒരു കേസെടുത്ത് ഭയപ്പെടുത്തുകയാണ്. ഇത് സമരം ചെയ്യുന്നവരെ ഞങ്ങൾ തുറുങ്കിലടയ്ക്കുമെന്ന് പറയുന്നതിന് സമാനമാണ്. കൂലിയില്ലാത്ത ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞാൽ നിലവിൽ തന്നെ കൂലിയില്ല, പിന്നെ പിരിച്ചുവിടാൻ എന്താ ആശങ്കയാണ്? ആശാവർക്കർമാരുടെ സമരം ഏറ്റെടുത്ത് വിവിധ സമരപരിപാടികൾക്ക് കോൺഗ്രസ് ഒരുങ്ങുകയാണ്. നാളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും NHMന്റെ വിവാദ സർക്കുലർ കത്തിക്കും. അടുത്ത മാസം 3-ന് സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും പ്രതിഷേധ മാർച്ച് നടത്താനാണ് തീരുമാനം. ആശാവർക്കേഴ്സിന് പിന്തുണയുമായി ഡോക്ടർ ശശി തരൂർ MP സമരവേദിയിലെത്തി. 7000 രൂപ ശമ്പളം തീരെ പോരാ. മൻറേഗയിൽ പോയിട്ട് തൊഴിലില്ലാത്തവർക്ക് ഒരു തൊഴിലുറപ്പ് കിട്ടിയാൽ കൂടി അതിനും കാട്ടിയാണ് കൊടുക്കുക. അപ്പോൾ ഇത് ശരിയല്ല എന്ന് ഒരു സംശയവുമില്ല. എന്തെങ്കിലും ഉടനെ കൂട്ടിത്തരണം. അത് 3 ഇരട്ടി അല്ലെങ്കിൽ 2 ഇരട്ടിയെങ്കിലും കൂട്ടിത്തരട്ടെ എന്നാണ് നമ്മുടെ ആദ്യത്തെ ഒരു അഭ്യർത്ഥന. അതേസമയം ഇന്നും സമരക്കാരെ അധിക്ഷേപിക്കുന്ന പ്രതികരണമായിരുന്നു CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിന്റേത്. ഇതും ഏതോ ഒരു ഈർക്കിൾ സംഘടന, അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നല്ല ഇത് സംഭവിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടാവാം. പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്കൊരു ഹരമായി. സർക്കാരിന്റെ കയ്യിൽ പണം വെച്ചിട്ട് കൊടുക്കാത്തതല്ലെന്ന് മന്ത്രി KN ബാലഗോപാലിന്റെ പ്രതികരണം.
സമരത്തിൽ ന്യായമായ പരിഹാരം ആവശ്യപ്പെടണമെന്നാണ് നിലപാടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. സമരത്തെ പിന്തുണച്ച് CPI നേതാവ് ആനി രാജയും സർക്കാരിനെ വിമർശിച്ച് KK ശിവരാമനും രംഗത്തെത്തി. ആശാ വർക്കേഴ്സിന് സ്ഥിര നിയമനം നൽകുകയാണ് വേണ്ടതെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. BJPയെയും DMKയും കടന്നാക്രമിച്ച് തമിഴക വെട്രിക്കഴകം പ്രസിഡന്റും നടനുമായ വിജയ്. DMKയും BJPയും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് TVK വാർഷിക സമ്മേളനത്തിൽ വിജയ് ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമെതിരെ ഗെറ്റ് ഔട്ട് ക്യാമ്പയിനും TVK തുടക്കമിട്ടു. DMKയുടെ ഗെറ്റ് ഔട്ട് മോദിയും BJPയും ഗെറ്റ് ഔട്ട് സ്റ്റാലിനും ചർച്ചയായിരിക്കെ വിജയുടെ മാസ് സ്ട്രൈക്ക്. രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് ഗെറ്റ് ഔട്ട് അടിക്കുന്ന ക്യാമ്പയിനുമായിട്ടാണ് ദളപതി വാർഷിക സമ്മേളനം ആരംഭിച്ചത്. സമ്മേളനത്തിൽ സംസാരിക്കവേ ആദ്യ അടി DMKക്ക്. திடீர்னு ஒருத்த என்ட்ரி கொடுத்துட்டானே, இவனை என்ன பண்ணலாம், என்ன செய்யலாம், எப்படி இவனை இது பண்ணலாம், க்ளோஸ் பண்ணலாம், ஒரு கன்ஃபியூஷன் ஒன்று வரும். அந்த கன்ஃபியூஷனில் கத்துறதா கதறதா என்ன பண்ணுறதுன்னு தெரியாமல் வர்றவன் போகிறவன்லாம் கட்சி ஆரம்பிக்கிறான்னு சொல்லி இப்படி ஏதாவது பேச ஆரம்பிப்பாங்க. ത്രിഭാഷാ നയത്തിലാണ് വിജയ് ഒത്തുകളി ആരോപിച്ചത്. DMKയും BJPയും അന്തർധാരയുണ്ടാക്കി ജനങ്ങളെ പറ്റിക്കുന്നു. തല്ലുണ്ടാക്കുന്നത് LKG UKG കുട്ടികളെ പോലെ. இங்கே என்ன நடந்துகிட்டு இருக்கு, அதாவது இவங்க ரெண்டு பேரும் அடிச்சுக்கிற மாதிரி அடிச்சுப்பாங்களாம். அதை நாங்கள் நம்பணுமா, மக்கள் நம்பணுமா? வாட் ப்ரோ, இட்ஸ் வெரி ராங் ப்ரோ. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറും സമ്മേളനത്തിൽ പങ്കെടുത്തു. വിജയ് തമിഴ്നാടിന്റെ പ്രതീക്ഷയാണ്. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും താൻ അതിന് വിജയെ സഹായിക്കുമെന്നും പ്രശാന്ത് കിഷോറിന്റെ ഉറപ്പ്. 2500 പ്രത്യേക ക്ഷണിതാക്കളാണ് മഹാബലിപുരത്തെ സമ്മേളനത്തിനെത്തിയത്. BJPയെയും DMKയെയും കൂട്ടിക്കെട്ടാൻ ശ്രമിച്ച വിജയ് AIADMKയുടെ കാര്യം മിണ്ടിയതേയില്ല. സഖ്യസാധ്യത കൂടി കണക്കിലെടുത്താണ് വിജയുടെ മൗനമെന്നാണ് സൂചന. മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.